വ്യത്യസ്തങ്ങളായ കുറേ സംഭവങ്ങൾ. കൊടും ചൂട്, മ്യാൻമറിലെ കൊടുങ്കാറ്റ്, നാട്ടിലിറങ്ങിയ അരിക്കൊമ്പനും കാട്ടുപോത്തും, ഫിജിയിലെ കടലേറ്റം, ഉത്തരാഖണ്ഡിലെ പ്രേതഗ്രാമങ്ങൾ, വൈറസ് രോഗങ്ങൾ. ഇവയെല്ലാം ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയുണ്ട്: കാലാവസ്ഥാ പ്രതിസന്ധി. പ്രതിസന്ധി രൂക്ഷമാവുകയാണെന്ന് UN മുന്നറിയിപ്പ്. ആഗോള ചൂട് അപകടാവസ്ഥയിലേക്ക്. രാജ്യങ്ങൾ ഏറ്റെടുത്ത പരിഹാര നീക്കങ്ങൾ നടക്കുന്നില്ല. 1.5 ഡിഗ്രി സെൽഷ്യസ് അധിക ചൂടിലേക്ക് കുതിക്കുകയാണ് ഭൂമി. കാര്യങ്ങൾ പിടിവിടുകയാണെന്ന് മുന്നറിയിപ്പ് തരുന്നു UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. ലോകം ആലസ്യം വെടിയണം. We know that the 1.5 degree pathway is possible, yet we will only achieve it with a quantum leap in climate action globally. We must be upfront about what this requires. It requires cooperation, rising above geopolitical divisions, climate justice, developed countries and international financial institutions delivering on long overdue finance, and cleaning up our economies, breaking our fossil fuel addiction and driving decarbonization in every sector. ഭൂമി മുന്നറിയിപ്പുകൾ തന്നുകൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇറ്റലിയിൽ ഉണ്ടായ പ്രളയത്തിൽ 5 പേർ മരിച്ചു. മെയ് 17 ദൃശ്യങ്ങൾ. വടക്കൻ ഇറ്റലിയിലാണ് വെള്ളപ്പൊക്കം. 5 നദികൾ കരകവിഞ്ഞു. 23 പട്ടണങ്ങൾ മുങ്ങി. ആരും ഒഴിവാകാത്ത വളരെ പെട്ടെന്നുണ്ടാകുന്ന ദുരന്തങ്ങളാകും കാലാവസ്ഥാ മാറ്റം കൊണ്ടുവരിക. മ്യാൻമറിൽ മോഖ ചുഴലിക്കൊടുങ്കാറ്റും കഴിഞ്ഞ ദിവസങ്ങളിൽ നാശമുണ്ടാക്കി. അതിശക്തമായ കാറ്റിൽ വീടുകൾ തകർന്നു. ഗ്രാമങ്ങൾ നിലംപരിശായി. മുൻപേ സൈന്യം വീട് തകർത്ത രോഹിംഗ്യരുടെ അഭയാർത്ഥി ക്യാമ്പുകളും കൊടുങ്കാറ്റിൽ തകർന്നു. അഭയാർത്ഥികൾ വീണ്ടും അഭയാർത്ഥികളാക്കപ്പെടും. കാലാവസ്ഥാ അഭയാർത്ഥികൾ, ക്ലൈമറ്റ് റെഫ്യൂജീസ്, വർഷം തോറും എണ്ണത്തിൽ വർദ്ധിക്കുന്നു. ദുരന്തങ്ങളിൽ വീട് തകർന്നു മാത്രമല്ല അഭയാർത്ഥികൾ ഉണ്ടാകുന്നത്. വരൾച്ച മൂലമോ അതിവൃഷ്ടി മൂലമോ കൃഷി നശിക്കുമ്പോഴും തൊഴിൽ നഷ്ടപ്പെടുമ്പോഴും ആളുകൾ അഭയം തേടി നാട് വിടേണ്ടി വരുന്നു. അങ്ങനെ നാട്ടുകാർ വിട്ടുപോയ 1000-ഓളം ഗ്രാമങ്ങളുണ്ട് ഉത്തരാഖണ്ഡിൽ മാത്രം. പ്രേതഗ്രാമങ്ങൾ. ഇതാ ഡോയ്ഷെ വെലെ ചാനലിലെ റിപ്പോർട്ട്. It looks like these people have just left. The paint is fresh. It's really spooky. We normally think of rising seas or disastrous hurricanes when we talk of climate change. But here, in this Himalayan village, something's happening, and the impact of this could be significantly greater than any natural disaster. This is one of over 1,000 ghost villages in Uttarakhand state in northern India. Uttarakhand is one example. New research suggests that globally, climate migration could become much bigger than anything we previously thought. There's nobody who's not going to be affected by this issue. New projections say that in just 50 years, 1 in every 3 people on Earth could need to move house, as climate change becomes an increasingly significant factor. അടുത്ത 50 വർഷങ്ങളിൽ ഭൂമിയിലെ ജനങ്ങളിൽ 1/3 കാലാവസ്ഥാ അഭയാർത്ഥികളാകും എന്ന്. മറ്റ് പലയിടത്തും എന്ന പോലെ ഉത്തരാഖണ്ഡിലും മഴയുടെ മൊത്തം കാലാവസ്ഥയുടെ താളം തെറ്റിയിരിക്കുന്നു. According to reports, 20 years ago the rainy season used to be 60 days long, and now it only rains around 50.
which means that sometimes it rains less and crops that are grown here, like wheat and maize, can dry out. And when it does rain, it pours more intensely over a shorter period, so fields can get flooded. The intense rain is now called cloudbursts, which have not only led to farms being washed out, but also homes and neighborhoods. Just last year, more than 50 people were killed in landslide-related accidents in this state of Uttarakhand. ഫിജിയിൽ ഒരു ദ്വീപിനെ കടൽ വിഴുങ്ങി തുടങ്ങി. അവിടത്തുകാർക്കും മാറി താമസിക്കുകയല്ലാതെ വഴിയില്ല. We feel sad to see them out there. All this climate change, who's causing it? It's human beings. Sometimes you sit out here and you look out into the ocean, you can see, you can know that the water, the sea level has risen. It's kind of high. അഭയാർത്ഥികളായും അല്ലാതെയുമൊക്കെ മനുഷ്യർ കുടിയേറുന്നത് മറ്റു ജീവികളുടെ വാസസ്ഥലങ്ങളിലേക്കാണ്. മലയാളിയായ അരിക്കൊമ്പൻ ആന ഇപ്പോൾ തമിഴ് പഠിക്കേണ്ടി വന്നു എന്ന രാജേഷ് ആർട്ടിൻ്റെ ഈ തമാശ വെറും തമാശയല്ല. അണ്ണൻ, അക്ക, ചക്ക, തങ്കച്ചി, ഞാൻ ഉണ്ണை വിടമാട്ടേൻ. വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവല്ലി. വേലക്കാരിയായിരുന്നാലും നീ മോഹവല്ലി. വേലക്കാരിയായിരുന്നാലും നീ മോഹവല്ലി. വാസ്തവത്തിൽ വന്യജീവികളുടെ കാടിറക്കവും മനുഷ്യരുമായുള്ള പുതിയ സഹവാസവും തമാശയേ അല്ല. ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ അതിനുണ്ട്. കാലാവസ്ഥാ മാറ്റം മനുഷ്യരെ മാത്രമല്ല വന്യജീവികളെയും വീടൊഴിയാൻ നിർബന്ധിക്കുമ്പോൾ അപകടം പലതാണ്. അവയിലൊന്നാണ് വവ്വാലുകളുടെ വരവ്, ഒപ്പം നിപയുടെയും മറ്റും വരവ്. വവ്വാലുകളുടെ വാസസ്ഥലങ്ങൾ മനുഷ്യർ കയ്യേറുന്നു. നിപ പോലുള്ള അനേകം വൈറസ് ജന്യ മഹാമാരികൾ വരാൻ സാധ്യത കൂടിയിരിക്കുന്നു. സാധ്യത കൂടിയ മേഖലകളുടെ കൂട്ടത്തിലാണ് ആഫ്രിക്കൻ പ്രദേശങ്ങളും ഇന്ത്യയും. കോടിക്കണക്കിന് വർഷങ്ങളായി കാട്ടിൽ ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന വവ്വാലുകൾ മനുഷ്യർക്ക് മാരകമായ വൈറസുകളുടെ ശേഖരം കൂടിയാണ്. കേരളത്തിൽ 3 തവണയാണ് 2018 ശേഷം വവ്വാലിൽ നിന്ന് നിപ ബാധ ഉണ്ടായത്. റോയിറ്റേഴ്സിൻ്റെ വിശദമായൊരു റിപ്പോർട്ട് മെയ് 16 പുറത്തു വന്നു. വവ്വാൽ ജന്യ വൈറസ് രോഗങ്ങൾക്ക് സാധ്യത ഏറെയുള്ള രാജ്യങ്ങളിൽ ഇന്ത്യയുണ്ട്, പ്രത്യേകിച്ച് കേരളവും. കാട് വെട്ടി വീടുകൾ വെച്ചതും പാറ ഖനനവുമെല്ലാം നിപ സാധ്യത വർദ്ധിപ്പിച്ചു എന്ന്. As rapid urbanization encroaches ever further into once remote breeding grounds. In 2018, the Nipah virus killed Mutalib's family members, including his father and 2 brothers. His older brother, Sabith, was rushed to the hospital first, with fever, vomiting, delirium, tremors, and violent coughing. It took nearly 2 weeks after his death for doctors to realize what had killed him. By then, another 22 people had become infected with the Nipah virus. Only 2 of them survived. But how did Sabith, the first to get sick, come down with Nipah? A search of his family's neighborhood led to a colony of flying foxes, common fruit bat. Some of the bats tested positive for Nipah. പല രീതി എന്താ പറയുക, പല വെറൈറ്റി പേരക്ക മരങ്ങളൊക്കെ നട്ട് വളർത്തിയ ആളായിരുന്നു. അപ്പോൾ ഉള്ളു ചോന്നത് അങ്ങനെയുള്ള പല വെറൈറ്റി മരങ്ങൾ ഞങ്ങളെ വീട്ടിൻ്റെ പറമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നൊക്കെ വീടാലൊക്കെ ഞങ്ങളെടുത്ത് കഴിക്കലുണ്ട്. അതുപോലെ തന്നെ ഇത് ഞങ്ങളെന്താ പറയുക, ഞങ്ങളെ നാട്ടിലെ ഇപ്പോൾ മാങ്ങയായാലും എന്തായാലും ഇവിടെ എടുത്ത് കഴിക്കും. നിപ ബാധയ്ക്ക് സാധ്യതയുള്ള ജമ്പ് സോണുകളിൽ കേരളം ഉൾപ്പെടും. We've dubbed places like this jump zones. Reuters identified more than 9 million square kilometers in 113 countries, where human alteration of bat habitats has created conditions that closely match those around past spillovers. Kerala has some of the world's riskiest jump zones. It's home to more than 40 species of bats and 35 million people. Its forests' prime bat habitat have been progressively cleared to make way for farming and development. റോയിറ്റേഴ്സിന്റെ പഠനത്തിൽ മുഖ്യ വിഷയമാണ് കേരളത്തിലെ നിപ ബാധ. 2 ഭാഗങ്ങളുള്ള റിപ്പോർട്ടിന്റെ 2ാം ഭാഗം മിക്കവാറും കേരളത്തെ പറ്റിയാണ്. എങ്ങനെ കാട് കയ്യേറ്റം വവ്വാലുകളുടെ ആവാസ വ്യവസ്ഥയെ തകിടം മറിച്ചു എന്നതടക്കം.
വവ്വാൽ കടിച്ച പഴങ്ങളും മറ്റും രോഗബാധയുടെ പ്രധാന ഉറവിടമായിരുന്നു. കാലാവസ്ഥയുടെ മാറ്റത്തിൽ എന്ന പോലെ വവ്വാലുകളുടെ വരവിലും മനുഷ്യന്റെ ആർത്തി നിറഞ്ഞ പ്രകൃതി ചൂഷണത്തിന് പങ്കുണ്ട് എന്നാണ് വിലയിരുത്തൽ. For millennia, bat viruses lurked in forests throughout West Africa and other parts of the world. But today, as more and more people encroach on bat habitat, they are unwittingly helping bat-borne viruses mutate, multiply, and infect other species. This collision between bats and humans is creating health risks across the globe, a Reuters data analysis found, and experts say it could trigger the next pandemic. ചൂടും പ്രളയവും മാത്രമല്ല പ്രശ്നമെന്നർത്ഥം. ഉത്തരാഖണ്ഡിലെ പ്രേതഗ്രാമങ്ങളും പശ്ചിമഘട്ടത്തിലെ അരിക്കൊമ്പന്മാരും വൈറസും നിപയുമെല്ലാം മനുഷ്യകരങ്ങൾ ചെയ്തതിൻ്റെ ഫലമാണെന്ന് പഠനങ്ങൾ പറയുന്നു. പരിഹാരം സമഗ്രവും സത്വരവുമാകണം. ഈ ലക്കം മീഡിയ സ്കാൻ ഇവിടെ തീരുന്നു. വിശേഷങ്ങളും ദൃശ്യങ്ങളും mediascan@mediaone.tv.in എന്ന വിലാസത്തിൽ അയക്കാം. പഴയ ലക്കങ്ങൾ കാണാൻ സന്ദർശിക്കുക mediaoneonline.com, facebook.com/m1mediascan.